സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. 1/3/1985 ശേഷം ജനിച്ചവരുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, ഹൈ സാലറിയിൽ നിങ്ങൾക്ക് ജോലി നേടാനുള്ള സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കുറവാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് കം ഇന്റർവ്യൂ ആയിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. അതായത് ഹലോ ഫ്രണ്ട്സ്, വിഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് NABFID വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് വിഫൈൻ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. NABFID നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ വന്നിട്ടുള്ള സീനിയർ അനലിസ്റ്റിക് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഫുൾ ടൈം റെഗുലർ ബേസ് ആയിട്ടാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത്. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വിഫൈൻ ജോബ്സിന്റെ ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് NABFID/REC/SNA/2024-25/05 ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക, സീനിയർ അനലിസ്റ്റ് ഗ്രേഡ് ആണ് ജോബ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഫുൾ ടൈം റെഗുലർ ബേസ് ആണ് വന്നിട്ടുള്ളത്, അതായത് സ്ഥിര നിയമനമാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ മുഖേന വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് NABFID.org/careers എന്നുള്ള ഈ ഒരു ലിങ്ക് മുഖേനയാണ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈയിങ് ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 4/5/2025 അതായത് മെയ് മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഫീ അടച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഡൗൺലോഡ് ഓഫ് എക്സാമിനേഷൻ കോൾ ലെറ്റർ, അതായത് എക്സാമിനേഷന്റെ കോൾ ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് 10 days ബിഫോർ ദി എക്സാമിനേഷൻ ആണ്. അതായത് 10 ദിവസം മുന്നേ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന എക്സാമിനേഷന്റെ കോൾ ലെറ്റർ ലഭിക്കുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഡോക്യുമെന്റ്സ്, അതായത് ബ്രീഫ് റെസ്യൂമെ, ID പ്രൂഫ്, ഏജ് പ്രൂഫ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ എക്സാമിനേഷന്റെ കോൾ ലെറ്റർ എല്ലാം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും ഇമെയിൽ മുഖേനയായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. അടുത്ത ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്ന സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. കൂടാതെ എക്സാം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം മുംബൈയിൽ വെച്ച് മാത്രമായിരിക്കും നടക്കുക. ഓൺലൈൻ എക്സാമിനേഷൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലും ഇന്റർവ്യൂ നടക്കുന്നത് മുംബൈയിലുമാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തായി നമ്മൾ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, സ്ട്രീം വന്നിട്ടുള്ളത് ലെൻഡിംഗ് ഓപ്പറേഷൻസ് ആണ്. സോ ലെൻഡിംഗ് ആൻഡ് പ്രൊജക്ട് ഫൈനാൻസ് ആണ്. ST കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും, SC കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും, OBC കാറ്റഗറിയിൽ 3 വേക്കൻസിയും, അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 5 വേക്കൻസിയും കൂടി ടോട്ടൽ 10 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ PWBD കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ പോസ്റ്റിനും, അതായത് ഈ തന്നിട്ടുള്ള 12 പോസ്റ്റുകളിലേക്ക് 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്ത അക്കൗണ്ട്സ് സ്ട്രീമാണ്. സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസി മാത്രമേ വന്നിട്ടുള്ളൂ. സോ ടോട്ടൽ ഒരു വേക്കൻസിയാണ് അക്കൗണ്ട്സ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്ത ട്രഷറി ആണ്. സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസി മാത്രമാണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ ഒരു വേക്കൻസിയാണ് ട്രഷറി സ്ട്രീമിൽ വന്നിട്ടുള്ളത്. അടുത്ത ലീഗൽ സ്ട്രീമാണ്. സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 3 വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ 3 വേക്കൻസിയാണ് ലീഗൽ സ്ട്രീമിൽ വന്നിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ OBC കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടി ടോട്ടൽ 2 വേക്കൻസിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീമിൽ വന്നിട്ടുള്ളത്. അടുത്ത രാജഭാഷ
അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടി, ടോട്ടൽ ഒരു വേക്കൻസിയാണ് രാജ്യഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീമിൽ വന്നിട്ടുള്ളത്. അടുത്ത റിസ്ക് മാനേജ്മെന്റ് സ്ട്രീമാണ്. സോ ST കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും SC കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും OBC കാറ്റഗറിയിൽ 3 വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 3 വേക്കൻസിയും കൂടി ടോട്ടൽ 8 വേക്കൻസിയാണ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രീമിൽ വന്നിട്ടുള്ളത്. അടുത്ത ഇന്റേണൽ ഓഡിറ്റ് ആണ്. സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മാത്രം ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ ഒരു വേക്കൻസിയാണ് ഇവിടെ ഇന്റേണൽ ഓഡിറ്റ് വന്നിട്ടുള്ളത്. അടുത്തതായി അഡ്മിനിസ്ട്രേഷൻ ആണ്. അഗെയിൻ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസി തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ ഒരു വേക്കൻസിയാണ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലും വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR ആണ്. സോ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ടോട്ടൽ ഒരു വേക്കൻസിയാണ് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രീമിൽ വന്നിട്ടുള്ളത്. അടുത്ത റിസ്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണ്. അൺറിസർവ്ഡ് കാറ്റഗറി തന്നെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോ ഒരു വേക്കൻസിയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അടുത്തത് എക്കണോമിസ്റ്റ് ആണ്. സോ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ടോട്ടൽ ഒരു വേക്കൻസിയാണ് എക്കണോമിസ്റ്റ് സ്ട്രീമിൽ ആകെ വന്നിട്ടുള്ളത്. സോ ടോട്ടൽ 31 വേക്കൻസീസ് ആണ് ഈ ഒരു നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ സീനിയർ അനലിസ്റ്റ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തായി ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ നോൺ ക്രീമി ലെയറിൽ വന്നിട്ടുള്ള OBC കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് റിസർവേഷൻ വന്നിട്ടുള്ളത്. സോ ഇവിടെ ക്രീമി ലെയർ, അതായത് നോൺ ക്രീമി ലെയർ അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന OBC കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ പോലും ജനറൽ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ അതാത് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തായി നമ്മൾ ഏജ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക. മിനിമം 21 ഇയേഴ്സും മാക്സിമം 40 ഇയേഴ്സുമാണ് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, 28/2/2004 മുൻപ് ജനിച്ചവരും 1/3/1985 ശേഷം ജനിച്ചവരുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബോത്ത് ഡേറ്റ് ഇൻക്ലൂസീവ് ആണ്. സോ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ഏജ് റിലാക്സേഷൻ നോക്കാം. സോ ഇവിടെ കാറ്റഗറി SC ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത്. OBC കാറ്റഗറി, അതായത് നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വന്നിട്ടുള്ള OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. സോ നോൺ ക്രീമി ലെയറിൽ അല്ലാത്ത OBC കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ജനറൽ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ PWBD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ PWBD SC ST ആണെന്നുണ്ടെങ്കിൽ 15 വർഷവും, PWBD OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 13 വർഷവും, PWBD ജനറൽ EWS കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ 10 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുക. കൂടാതെ എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ ആയിട്ട് ലഭിക്കുക. സോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യാനുണ്ടെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് NABFID, അതായത് നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് വന്നിട്ടുള്ള ഈ ഒരു സീനിയർ അനലിസ്റ്റ് പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന സാലറി സ്കെയിലാണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, ആനുവൽ ഫിക്സഡ് കോമ്പൻസേഷൻ വന്നിട്ടുള്ളത് 24,81,000 ആണ്. അപ്രോക്സിമേറ്റ്ലി ആനുവൽ ഫിക്സഡ് കോമ്പൻസേഷൻ ആയിട്ട് ഈ പറയുന്ന സീനിയർ അനലിസ്റ്റ് ഗ്രേഡിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, ഹൈ സാലറിയിൽ നിങ്ങൾക്ക് ജോലി നേടാനുള്ള സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു സീനിയർ അനലിസ്റ്റ് ഗ്രേഡിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക, ലെൻഡിംഗ് ഓപ്പറേഷൻ, അതായത് ലെൻഡിംഗ് ആൻഡ് പ്രൊജക്ട് ഫൈനാൻസ് ആണ് സ്ട്രീം 1 ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. അതുമല്ല എന്നുണ്ടെങ്കിൽ MBA ഫൈനാൻസ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ICWA അല്ലെങ്കിൽ CFA അല്ലെങ്കിൽ CMA. അതുമല്ല എന്നുണ്ടെങ്കിൽ CA ആണ് ഇവിടെ ലെൻഡിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലെൻഡിംഗ് ആൻഡ് പ്രൊജക്ട് ഫൈനാൻസിൽ വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും വന്നിട്ടുണ്ട്. സോ ഇവിടെ മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത അക്കൗണ്ട്സ് സ്ട്രീമാണ്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അക്കൗണ്ട്സ്. അതുമല്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ആണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ PG ഡിഗ്രി ഇൻ MBA ഫൈനാൻസ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. അതുമല്ല എന്നുണ്ടെങ്കിൽ CA അല്ലെങ്കിൽ ICWA അല്ലെങ്കിൽ CMA ഫ്രം
റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ CPA CFA കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. സോ ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ 2 വർഷത്തെ ഈ പറയുന്ന ടാക്സ് സെക്ഷനും അക്കൗണ്ട്സിലും ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രഷറി സ്ട്രീമാണ്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് അല്ലെങ്കിൽ ഫോറക്സ് ആണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ MBA ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ആണ് വന്നിട്ടുള്ളത്. അതുമല്ല എന്നുണ്ടെങ്കിൽ ICWA അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CFA ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ഡിസൈറബിൾ ആയിട്ട് സർട്ടിഫിക്കേഷൻ ഇൻ ട്രഷറി അല്ലെങ്കിൽ ഫോറക്സ് ഒക്കെ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടാതെ എക്സ്പീരിയൻസ് ആയിട്ട് 4 വർഷത്തെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലെ എക്സ്പീരിയൻസ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ 2 വർഷത്തെ ഈ പറഞ്ഞ ട്രഷറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡെസ്ക് അതുമല്ലാന്നുണ്ടെങ്കിൽ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് ഫംഗ്ഷൻസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തായി ലീഗൽ സ്ട്രീമാണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ലോ ആണ് വന്നിട്ടുള്ളത്. അതുമല്ല എന്നുണ്ടെങ്കിൽ PG ഡിപ്ലോമ ഇൻ ലോയും എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 4 വർഷത്തെ റെലവന്റ് എക്സ്പീരിയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അതായത് എക്സ്പീരിയൻസ് ആസ് എ ലോ ഓഫീസർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കൂടാതെ ഹാൻഡിലിംഗ് കോർപ്പറേറ്റ് അല്ലെങ്കിൽ പ്രൊജക്ട് ഫൈനാൻസ് റിലേറ്റഡ് മാറ്റേഴ്സിലൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ലീഗൽ സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻസ് ആണ്. സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലാന്നുണ്ടെങ്കിൽ MCA അതുമല്ലാന്നുണ്ടെങ്കിൽ MSc അല്ലെങ്കിൽ MTech ആണ് വന്നിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അതുമല്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ IT അതുമല്ല എന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്ന. സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാം, മിനിമം 4 ഇയർ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അതായത് പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മെയിന്റനൻസ് അല്ലെങ്കിൽ ബിസിനസ് സപ്പോർട്ട് ആൻഡ് ഡെവലപ്മെന്റ് അതുമല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ ഗവർണൻസ് അല്ലാന്നുണ്ടെങ്കിൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഈ പറയുന്ന 4 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫിൻടെക് സെക്ടറിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തായി രാജഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട ഉദ്യോഗാർത്ഥികളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആണ്. സോ ഇവിടെ ഡിഗ്രി ഗ്രാജുവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഹിന്ദിയിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്ട് എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ് അതായത് സംസ്കൃതത്തിൽ നേടിയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷോ ഹിന്ദിയോ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഗ്രാജുവേഷൻ ലെവലിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു രാജ്യഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, 4 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ റെലവന്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഫീൽഡിൽ വേണമെന്നുള്ളതാണ് എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത്. കൂടാതെ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ഈ പറയുന്ന ട്രാൻസ്ലേഷൻ അതായത് ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും അതേപോലെ ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്കും ട്രാൻസ്ലേഷനിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു രാജഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത റിസ്ക് മാനേജ്മെന്റ് പോസ്റ്റ് ആണ്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ്. സോ അതുമല്ല എന്നുണ്ടെങ്കിൽ MBA ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ICWA അല്ലെങ്കിൽ CFA അല്ലെങ്കിൽ CA എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യാം, മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തായി ഇന്റേണൽ ഓഡിറ്റ് ആണ്. സോ ഇവിടെ ഇന്റേണൽ ഓഡിറ്റ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലാന്നുണ്ടെങ്കിൽ
ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ CA ICWA ഒക്കെ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഡിസൈറബിൾ ആയിട്ട് CIA അല്ലെങ്കിൽ സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് പ്രൊഫഷണൽ ഫ്രം IIBF നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയുടെ ഓഡിറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുൻഗണന ലഭിക്കുന്നതാണ്. സോ ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സർവീസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഇന്ത്യൻ ഓഡിറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ സ്ട്രീമിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. കൂടാതെ ഡിസൈറബിൾ ആയിട്ട് കാൻഡിഡേറ്റ്സ് ഹാവിംഗ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനി ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ ജെം അല്ലെങ്കിൽ എക്സലന്റ് വെർബൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെയും 4 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ വേണ്ടതാണ്. അടുത്ത ഹ്യൂമൻ റിസോഴ്സ് ആണ്, അതായത് HR സ്ട്രീമാണ്. സോ ഈ ഒരു സ്ട്രീമിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് സ്ട്രീമിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്. ഇവിടെ 4 വർഷത്തെ HR ഫംഗ്ഷനിൽ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അടുത്ത റിസ്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണ്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ആണ് വന്നിട്ടുള്ളത്. കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലാണ്, അതുമല്ല എന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്നിവയിലൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ CISA ഓർ CISM ഓർ CISSP നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ മിനിമം 4 വർഷത്തെ ഫൈനാൻഷ്യൽ സെക്ടറിലെ എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്കിങ് IT റിലേറ്റഡ് ഏരിയാസിലൊക്കെ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഇൻവോൾവിംഗ് IT പോളിസി ആൻഡ് പ്ലാനിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതും കൂടാതെ നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻസിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റംസിൽ സൈബർ സെക്യൂരിറ്റി ടെക്നോളജീസിൽ പേയ്മെന്റ് ടെക്നോളജീസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി എക്കണോമിസ്റ്റ് ആണ്, അതായത് നമ്മുടെ 12ാമത്തെ സ്ട്രീം, അതായത് ലാസ്റ്റ് സ്ട്രീം ആയിട്ട് വന്നിട്ടുള്ള എക്കണോമിസ്റ്റ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. സോ ഇവിടെ CFA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതുമല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഇക്വലന്റ് ആണ് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. PhD ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ ബാങ്കിങ് അല്ലെങ്കിൽ ഫൈനാൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്. സോ PhD ഒക്കെ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന എക്കണോമിക്സ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അത് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലാണ് വേണ്ടത്. നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റിൽ വന്നിട്ടുള്ള ഈ ഒരു 12 സ്ട്രീമിലേക്ക്, അതായത് സീനിയർ അനലിസ്റ്റ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. സോ അതാത് ക്വാളിഫിക്കേഷൻസും ഈ പറയുന്ന മിനിമം ഈ പറയുന്ന എക്സ്പീരിയൻസും ഒക്കെ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്ന, അതും സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടാൻ പറ്റിയ സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. സോ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അടുത്തായി നമുക്ക് സ്ട്രക്ചർ ഓഫ് എക്സാം ആണ് നോക്കേണ്ടത്. സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, നെയിം ഓഫ് ദി എക്സാം വന്നിട്ടുള്ളത് പ്രൊഫഷണൽ നോളജ് ആണ്. അതായത് സ്ട്രീമിലൊക്കെ വന്നിട്ടുള്ള പ്രൊഫഷണൽ നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് വരിക. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം മാർക്ക് 100 മാർക്കാണ്. ടൈം വന്നിട്ടുള്ളത് 60 മിനിറ്റ്സ് ആണ്. സോ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറഞ്ഞ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ഉണ്ടായിരിക്കുന്നത്, അതായത് 1/4 മാർക്ക് വെച്ച് തെറ്റായ ഉത്തരത്തിന് പെനാൽറ്റി ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ മിനിമം ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുന്നത് 40% ആണ് അൺറിസർവ്ഡ് EWS കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ക്വാളിഫയിങ് വന്നിട്ടുള്ളത്. കൂടാതെ 35% ആണ് SC ST OBC PWD കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന മിനിമം ക്വാളിഫയിങ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്.
സോ ഇവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻസ് 4/5/2025 അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മെയ് മാസം 4-ാം തീയതിക്കുള്ളിൽ വേണം ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് nabfid.org/careers എന്നുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫീസും വരുന്നതാണ്. സോ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 800 രൂപയാണ് ഈ പറയുന്ന ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് വരിക. കൂടാതെ 100 രൂപയാണ് ഇവിടെ SC ST PWD കാൻഡിഡേറ്റ്സിനും വരിക. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, സെലക്ഷൻ പ്രോസസ്, അതായത് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഓൺലൈൻ എക്സാമിനേഷനും കൂടാതെ പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും. സോ ഇവിടെ ലെസർ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കുറവാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് കം ഇന്റർവ്യൂ ആയിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ലിസ്റ്റ് വഴിയും ഇന്റർവ്യൂ വഴിയുമായിരിക്കും ആപ്ലിക്കേഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുക. സോ ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ഇന്റർവ്യൂ വഴിയുള്ള സെലക്ഷൻ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്കിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന NABFID വെബ്സൈറ്റ് വഴി ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇമെയിൽ മുഖേനയും SMS മുഖേനയും നിങ്ങൾക്ക് ഈ ഒരു അറിയിപ്പ് ലഭിക്കുന്നതാണ്. സോ ഉദ്യോഗാർത്ഥികൾ മസ്റ്റ് ആയിട്ട് ഉദ്യോഗാർത്ഥി രജിസ്റ്റേർഡ് ഇമെയിലും മൊബൈൽ നമ്പറും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ടൈമിൽ കൊടുക്കേണ്ടതാണ്. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതുമായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, NABFID വന്നിട്ടുള്ള ഈ ഒരു സീനിയർ അനലിസ്റ്റ് ഗ്രേഡിൽ വന്നിട്ടുള്ള 12 തസ്തികയിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. അതിനെ ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള nabfid.org/careers എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, 4/5/2025 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെ വന്നിട്ടുള്ളത്. അതായത് മെയ് മാസം 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് NABFID ഒഫീഷ്യൽ കരിയർ പേജ് ആണ് ലഭിക്കുക. സോ ഈ കരിയേഴ്സ് എന്നുള്ള ഈ ഒരു പേജിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് IBPS ഓൺലൈനിന്റെ ഒരു വെബ് പേജ് ആയിരിക്കും ലഭിക്കുക. സോ ഇവിടെ നിന്ന് വേണം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നൽകി ഈ ഒരു സെക്യൂരിറ്റി കോഡ് അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്ചയും ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ഈ ഒരു ലോഗിൻ പ്രോസസ്സ് കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ഡീറ്റെയിൽഡ് ആയിട്ട് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.